ഡോക്ടർ, ഈ സ്ട്രെസ്സും ബേൺഔട്ടും ഇന്നത്തെ കാലത്തെ ഒരു മേജർ ഇഷ്യൂ ആണ്, എസ്പെഷ്യലി ചെറുപ്പക്കാരുടെ ഇടയിൽ. ഇതിനെ നമുക്ക് എന്തെങ്കിലും ധന്വന്തരിയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആയുർവേദത്തിൽ നമുക്ക് ഒരുപാട് ജീവിതചര്യകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന മാനസിക സംഘർഷങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം പറയാറുണ്ട് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് യോഗയിലൂടെ നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സാധാരണ ഭാഷയിൽ മസാജ് എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ട് അനാറ്റമിക്കൽ അല്ലാതെ ഒരു ബോഡിയുടെ അനാറ്റമിക്ക് അറിയാവുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ ചെയ്യുന്ന അഭ്യംഗങ്ങൾ നല്ലതാണ്. ശരീരത്തിൻ്റെ റിലാക്സേഷൻ ചെയ്യാനും മസിൽ കൺട്രാക്ഷൻസ് കുറയ്ക്കാനും ശിരോധാരയൊക്കെ നമ്മുടെ നെർവ്സിനെ നെർവ്സിൻ്റെ ക്രീനിയൽ നെർവ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ റിലാക്സ് ആകാനായിട്ട് നമ്മുടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ചികിത്സാ രീതികൾ ആയുർവേദത്തിലുണ്ട്. ഇപ്പോൾ ഒരു 7 days ആണ് ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നത്തെ ഒരു ഇയറിലേക്ക് അവരെ നമുക്ക് അങ്ങനെ സജ്ജമാകാനായിട്ട് എന്താ പറയുക, ഒരു തയ്യാറെടുപ്പ് പോലെയൊക്കെ അവരെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ചികിത്സകളൊക്കെ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് പലരും. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ധന്വന്തരിയുടെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽസ് ഇപ്പോൾ തൊഴിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും കല്ലൂരാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലി മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ബാധിക്കുന്നു. അതിന് ശരിക്കും ആയുർവേദത്തിലെ ഇങ്ങനത്തെ യോഗ പോലത്തെ ട്രീറ്റ്മെൻറ്റുകളും ഒരു 7 ദിവസത്തെ ചികിത്സകളൊക്കെ ചെയ്യുന്നത് എപ്പോഴും അത്യുത്തമമാണ്. സയൻറ്റിഫിക്കലി അത് പ്രൂവൺ ആണ്.